റേപ്പുകൾ, ഗ്യാങ് റേപ്പുകൾ അടക്കം ആയിരക്കണക്കിനായ കേസുകൾ കണ്ടതാണെങ്കിലും ഒരു കളകൂട വൈരാഗ്യത്തിന് ബലാത്സംഗം ചെയ്യാൻ ഒരുത്തിന് കൊട്ടേഷൻ, ഒരു റേപ്പ് കൊട്ടേഷൻ, അത് രാജ്യമെന്ന ലോകത്ത് തന്നെ കേട്ടുകഴിവില്ലാത്തതാണ്. അതുമാത്രമല്ല, കേസിന്റെ വ്യവഹാര വഴി, അട്ടിമറി നീക്കങ്ങൾ, വിചാരണ നീണ്ട് 8 വർഷങ്ങളൊക്കെ അക്കാദമിക്കലി പറയാം റയറസ്റ്റ് ഓഫ് ദി റയർ, അപൂർവങ്ങളിൽ അപൂർവമാണ്. ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഇതുപോലെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതാണ്. ഈ കേസിന്റെ 2ാം വരവിലെ ചാലകശക്തി ബാലചന്ദ്രകുമാർ രോഗാവസ്ഥയിൽ വയ്യാതായെന്നും ഇരിക്കാനാവതില്ലെന്നും പറഞ്ഞ ആ സംവിധായകൻ വാട്സാപ്പിലേക്ക് സന്ദേശം അയക്കുന്നുണ്ട്. ഒരു രോഗിയെന്ന പരിഗണന ആരും തന്നില്ല. ആവർത്തന ഡയാലിസിസ്, അങ്ങേയറ്റം അവശത, റെസ്റ്റില്ലാതെ കോടതി മുറിയിൽ ചോരയിറ്റലുകൾ, യാതനകൾ, അനുഭവിച്ച വേദനകൾ ഒരു നാൾ ഞാൻ പറയുന്നുണ്ട്, പിന്നെ ഉണ്ടായില്ല. വേദനയിൽ മരിച്ചുപോയത്തിന്റെ വേദനാ സന്ദേശം ഇപ്പോഴും ഇറയലോടെ ഈ ഫോണിൽ കിടപ്പാണ്. ആ വേദനകളൊന്നും പറയാൻ ബാക്കി നിൽക്കാതെ അധികം വൈകും മുന്നേ വേദനയില്ലാത്ത ലോകത്തേക്ക് പോയ വിസിൽ ബ്ലോവർ, ധാർമ്മികതയുടെ നാവായി മാറിയ നിലപാടിന്റെ ദ്വയാക്ഷരി PT എന്നൊരു രാഷ്ട്രീയക്കാരൻ PT തോമസ്, ആ പെൺകുട്ടിക്ക് കയ്പുനീർവിധിയെങ്കിലും ഈ ദിവസം ആ രണ്ടുപേരെയും ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു നാൾ ചുമ്മാതിരിക്കുമ്പോൾ ഏതോ ഒരു ഡ്രൈവർ ഒരു 4-അംഗ ഗുണ്ടയ്ക്ക് അന്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു നായക നടിയെ റേപ്പ് ചെയ്യാൻ ഉൾവിളി ഉണ്ടാകുന്നു. തെരുവിൽ വാഹനത്തിൽ ബലാത്സംഗ ചിത്രീകരണം, വിഷ്വൽ ഗൂഢകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു, തെളിവുനാശം, ജാമ്യത്തിന് ശേഷം മോഡലിംഗ്, ആഡംബര വാഹനങ്ങളിൽ കറക്കം. ആ തെമ്മാടിപ്പണിയിൽ 1 മുതൽ 6 വരെ പ്രതികൾ മാത്രമെന്നും ഗൂഢാലോചനയുടെ ഒരു ദുഷ്ടത്തലച്ചോറിന് തെളിവ് കൂമ്പാരത്തിൽ തെളിവില്ലെന്നും പറയലാണ് കോടതി. പ്രോസിക്യൂഷൻ പരാജയം, സർക്കാർ പരാജയം കൂടിയാണ്. കോടതി ഉത്തരവിൽ വിശുദ്ധനാക്കപ്പെട്ട 8ാം പ്രതിയെ വാരിപ്പണിരുന്ന താരശരീരങ്ങൾ, മാടി വിളിക്കുന്ന റെഡ് കാർപ്പറ്റുകൾ, ആരാധക വൃന്ദം. മാലപ്പടക്കത്തിനിടയിൽ ആ കേസിന്റെ മറന്നുപോകരുതാത്തൊരു ഭൂതകാലമുണ്ട്. ആ ജഡ്ജിയുടെ സമീപനം താങ്ങാവതല്ലെന്ന് പറഞ്ഞ് രാജിവെച്ചിറങ്ങിപ്പോയത് 2 പ്രോസിക്യൂട്ടർമാർ. ആത്യന്തികമായി ആർക്കാണോ നീതി വേണ്ടത്, ആ വിക്ടിം ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മേൽക്കോടതിയിൽ പോയ കേസാണ്. ആ മെമ്മറി കാർഡ് കോടതിയുടെ ചെസ്റ്റിൽ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തുവെന്ന നിയമവിരുദ്ധ നെറുകേടിൽ രാഷ്ട്രപതിക്ക് കത്തുപോയ കേസാണ്. ഒരു വിചാരണ കോടതി ഉത്തരവിൽ കഴുകിപ്പോകുന്ന കളങ്കങ്ങളാണോ, ഓടിച്ചിട്ട് കടിക്കുന്ന പേപ്പട്ടികൾ കണക്കെ നാഥനില്ലാ കൂട്ടങ്ങളോ, അതോ ആ എക്കോ സിനിമയിൽ പറയും മട്ടിൽ മാസ്റ്റർ ട്രെയിൻഡ് മലേഷ്യൻ വേട്ടപ്പട്ടികളാണോ എന്ന് കാലം പറയട്ടെ, മേൽക്കോടതികൾ പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരി, 8 ആണ്ടുകൾ ഒരു ചെറിയ കാലയളവല്ല. വർഷങ്ങളിൽ നീതാണ്ടിയ വേദനാവഴികൾ, കേട്ട അധിക്ഷേപങ്ങൾ, കരഞ്ഞു നാനാവിധമായി പോവാതെ ഒരു മുഴം കയറിൽ തൂങ്ങിയാടാതെ വല്ലാത്തൊരു ചങ്കുറപ്പിൽ ഉയർത്തൊരു നിൽപ്പുണ്ടല്ലോ, അത് മതി. ഇരയല്ല, അത് ജീവിതമല്ല, നീ തിരുത്താണ്, കരുത്താണ്. ഏത് കോടതിയിൽ തിരിച്ചടിയെങ്കിലും, ഏത് ആകാശമിടിഞ്ഞു വീണാലും മനസാക്ഷി കോടതി നിസ്തർക്കം നിനക്കൊപ്പം മാത്രമാണ്. ആർജവത്തിന്റെ അവസാന വാക്കേ അഭിവാദ്യങ്ങൾ.